സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് എൻ്റെ രണ്ട് കൈയും കാണാം. ഞാൻ ക്യാമറ നമ്മുടെ ഫോണിൽ സോറി നമ്മുടെ ഫോണ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് മൗണ്ട് ഉണ്ടാക്കിയത്, മൗണ്ട് മേടിച്ചത്, സെറ്റ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വണ്ടിക്ക് ഓൾറെഡി നമ്മളൊരു മിറർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിറർ പർച്ചേസ് ചെയ്തതിൻ്റെ റീസൺ അത് നോക്കാം. ഓക്കെ, ഈ രണ്ട് മിററും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മിറർ ഇല്ല, ബട്ട് അവിടെ മിറർ ഉണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാട്ടാ, സ്മൈൽ. ആരോ എൻ്റെ വണ്ടിക്ക് ലിപ്സ്റ്റിക് വെച്ച് പണിയുന്നുണ്ട് കുറച്ച് ആളായിട്ട്. ഞാൻ അതിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ചാനലിൽ. അപ്പോൾ ഈ മിറർ നമ്മുടെ പൊട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ മിററിന് പ്രശ്നമൊന്നുമില്ല, ബട്ട് എന്നാലും ഇൻഡിക്കേറ്റർ കണക്ഷൻസ് ഒക്കെ ഇച്ചിരി പ്രശ്നമാണ്. കണ്ട, ആ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ മിറർ ഇന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രിപ്പ് ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഗ്രിപ്പും നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. മിററും ഗ്രിപ്പും പറ്റുമെന്നാണെങ്കിൽ ഞാൻ വിംഗ്ലെറ്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, വിംഗ്ലെറ്റ് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ക്രൂ വേണം. ആ സ്ക്രൂ എൻ്റെ ഇല്ല, ഉണ്ടോയെന്ന് നോക്കണം. ഉണ്ടെന്നാണെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾ ബോക്സ് എടുക്കാം. അതേപോലെ തന്നെ വെക്കേണ്ട സാധനങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ്, വെക്കേണ്ട സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ മിറർ, അതുപോലെ തന്നെ ഗ്രിപ്പ്, പിന്നെ നമ്മുടെ ടൂൾ ബോക്സ് ഇരിക്കും. ഓക്കെ, നമ്മുടെ ടൂൾ ബോക്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടൂൾ ബോക്സ്, മിറർ, ഗ്രിപ്പ്, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്താൽ കാണാം കേട്ടോ. പിന്നെ ഏതായാലും ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ട് ഞാൻ വരാം. ഞാൻ ഒരു കത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗ്രിപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രിപ്പ് സെറ്റ് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ ഞാനിവിടെ വെക്കട്ടെ കേട്ടോ. നമ്മുടെ സിസ്റ്റമാറ്റിക് ടൂൾ ബോക്സ്, ഗ്രിപ്പ്. ഈ ഗ്രിപ്പ് നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രിപ്പ് ഏതായാലും ഇനി ആവശ്യം വരത്തില്ല. സോ ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഊരി എടുക്കാനൊരു സെറ്റപ്പ് ഉണ്ട്, ബട്ട് ഇത് നിങ്ങളിനി യൂസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്ത് കളയുക, ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഗ്രിപ്പ് ഇതെല്ലാം എന്നാണെങ്കിൽ വലിച്ചെടുക്കാമായിരുന്നു കേട്ടോ. ഓക്കെ, ഒരു ഗ്രിപ്പ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഗ്രിപ്പ് വെറുതെ ഒന്ന് കയറ്റി നോക്കാം, ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഇതാണൊരു ഗ്രിപ്പ്. ഇത് നമുക്കൊരു ഗ്ലൂ മേടിച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അടപ്പനായിട്ടിരുന്നു. ഇത് റൈറ്റ് സൈഡാണെന്ന് തോന്നുന്നു, ഇതായിരിക്കും ലെഫ്റ്റ് സൈഡ്. ഇതാണ് ലെഫ്റ്റ് സൈഡ്. സോ ഈ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കട്ടെ. ഇത് ലെഫ്റ്റ് സൈഡാണ്. വേറെ ഒന്നുമില്ല, തിരിച്ച് നമ്മൾ കയറ്റാം, ഇത്ര തന്നെ. ഓക്കെ, കുറച്ച് പണിയുണ്ട് കേട്ടാ, കുറച്ചധികം പണിയുണ്ട്. ഞാനത് അപ്പുറത്തെ സൈഡ് എങ്ങനെ കയറ്റുമെന്നാണ് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. ഓക്കെ, ഞാൻ നിങ്ങൾ ഐഡിയ ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ ഗ്രിപ്പൊക്കെ കയറ്റിയിട്ടുണ്ടാവും. ഇല്ലയെന്നായിരുന്നെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ പറയായിരുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ തിരിച്ച് ബട്ട് ലുക്ക് വൈസ് കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ തിരിച്ച് കയറ്റിയാൽ മതി. ഞാനിപ്പോൾ ഒന്ന് തിരിച്ച് കയറ്റിയിട്ടിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടു. കൈയൊക്കെ ചോന്നു. പിന്നെ അപ്പുറത്തത് എങ്ങനെ ഇടുമെന്ന് എനിക്കൊരു പിടുത്തില്ല കേട്ടോ. എൻ്റെ അളിയോ, സാധനം ഉടനെ ഞാൻ കുറച്ച് പാടുപെടും. ഇതേതായാലും നമുക്ക് ലാസ്റ്റ് സൂപ്പർ ഗ്ലൂ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഇതെവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ്. അയ്യോ, ഇത് കയറണമില്ലേ, പടച്ചോനെ, ഇത് കയറണമില്ല ഗൈസ്. ഇനി ഇതിവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം, എന്നിട്ട് ജസ്റ്റ് ഒരു അടപ്പം പോലെ ഇട്ട് വെക്കണം. അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഓക്കെ, റീഡ് ദ ലുക്ക് എങ്ങനെയുണ്ട്, ഗ്രിപ്പ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഏതായാലും അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാട്ടാ. അപ്പം തന്നെ ചത്തു. ഇനി മിററും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. പ്ലീസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ 2 ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ലുക്ക് അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അത് കയറണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ജാസ്മിൻ്റെ സഹായം വേണ്ടുവന്നു. ഇതാണ് നമ്മുടെ ജാസ്മിൻ ഞാൻ ഗ്രിപ്പും ഇട്ടു, അതിൻ്റെ ഉള്ളിലിട്ടു. അങ്ങനെ ലാസ്റ്റ് അത് കയറി ഗൈസ്. ഓക്കെ, എങ്ങനെയായാലും ജാസ്മിൻ സഹായിച്ച് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ജാസ്മിൻ സഹായിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മിറർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി. സോ ഞാൻ മിറർ ഒന്ന് അഴിച്ചെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് മിറർ അഴിക്കാനായിട്ട് എനിക്കിപ്പോൾ വേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾ ബോക്സ് വേണം. ടൂൾ ബോക്സിൽ ഈ സാധനവും ഇതും വേണം. പിന്നെ ഐ തിങ്ക് എവിടെ ദിവനും വേണമെന്നാണ്. ഇട്ട് നോക്കട്ടെ. ഓക്കെ, പക്ക ഇത് വേണം, അഴിച്ചിട്ട് വരാം. ഈ സെറ്റ് മിറർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത് ടൈറ്റാണ്.
ഓക്കെ. അപ്പോൾ ഒരു മിനിറ്റ്, ഇതിനേക്കാളും സ്പീഡായിട്ട് ഇത് വെച്ചിട്ട് കിറ്റിയുടെ ഈ ടൂൾ ബോക്സിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ടൂൾ ബോക്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ നെട്ടും എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ഈ സാധനം വെച്ച് അഴിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ടൂൾ ബോക്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ നെട്ടും എല്ലാ ബോൾട്ടും കാര്യങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയല്ല, ഇങ്ങനെ പിന്നെ എന്താ ഒരച്ചൊക്കെ ഞാനിത് ഏതായാലും അഴിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ മിറർ കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. മിറർ നമ്പർ പ്ലേറ്റിൽ അതിൻ്റെ 4 നെട്ട് മിറർ ഇല്ലാത്ത ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്പർ പ്ലേറ്റ് ഞാൻ വെക്കും. ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മിറർ ഒന്നും എടുക്കാം. ഓക്കെ, അകത്ത് ഞാൻ അന്ന് തുറന്ന് കാണിച്ചതാണ്. ഞാനും അന്ന് തന്നെ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മിറർ. കണ്ടോ, എന്നെ തന്നെ കാണാം ഇതിൻ്റെ അകത്ത്. ഇത് ഇവിടെയും ലൈറ്റ് കത്തും, അതുപോലെ തന്നെ ഇവിടെയും കത്തും. ഈ കണക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, കണക്ഷൻ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മുകളിലിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതാ രണ്ടാമത്തെ മിറർ, ഇതിനും പ്രശ്നങ്ങളൊന്നുമില്ല, ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളെ മറ്റേ ക്ലാമ്പ് സ്ക്രൂ, പുതിയ സ്ക്രൂ ആണ്. സോ നമുക്ക് അത് ഇനി എടുത്ത് വെക്കാം, ഇതിടാം. ഓക്കെ, ഇനി ഏതായാലും ഇത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം കേട്ടോ. ഈ മിറർ സെറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ നമ്പർ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് പോവുകയാണ്. കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ലീഗ് നടക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ ലീഗ് നടക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. അത്യാവശ്യമായിട്ട് നമുക്ക് അവിടം വരെയും പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം പണിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ പ്ലേറ്റ് ഞാൻ തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് ഇനി ബാക്കി ലീഗിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വന്നിട്ട് നമുക്ക് മിറർ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, വണ്ടിക്ക് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഗ്രിപ്പ് ഇട്ട ലുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രിപ്പ് ഇട്ടിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ലുക്ക്. പിന്നെ നമുക്ക് വിംഗ്ലെറ്റ് പറ്റുമെന്നാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം, നോക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ മിറർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലേ, ഹെൽമെറ്റുമുള്ള മൗണ്ട്. പിന്നെ നമ്മുടെ ഗ്രിപ്സ്, ടൂൾ ബോക്സ്, പഴയ മിറർ, അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഞാനിനി ലീഗ് നടക്കുന്നിടത്ത് പോയിട്ട് വരാം. അവിടെ നമ്മുടെ ഒരുപാട് ഒരു ഇൻഫ്ലുവൻസറൊക്കെ വരുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ഇൻഫ്ലുവൻസർ വരുന്നുണ്ട്. ഏതായാലും ചെക്കനൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഏതായാലും ലീഗ് നടക്കുന്നിടത്തേക്ക് ഞാൻ പോയിട്ട് വരാം. നമ്മൾ വിംഗ്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വിംഗ്ലെറ്റും ഗ്രിപ്പുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ ഞാൻ ഏതായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, ഭയങ്കര ലെങ്ത് ആവും വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് വിംഗ്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ലുക്ക്. ഇതാണ് ഒരു ലുക്ക് വരുന്നത്. ഈ ബ്ലാക്ക് വിംഗ്ലെറ്റ് മേടിച്ചതിന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. നമ്മൾ വണ്ടി ഓക്കെ, സസ്പെൻസാണ്. ഞാൻ ഏതായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് കിട്ടിയത് എനിക്ക് ഒരു സ്ഥലത്ത് നട്ടോ. ഞാൻ സീറ്റ് അഴിച്ച് ഞാൻ ഓൾറെഡി വേറൊരു നെട്ടിട്ട് നോക്കി. ഈ ഒരു നെട്ടിട്ട് നോക്കി, ബട്ട് അത് നടപടിയായില്ല. അതുകൊണ്ട് തന്നെ ഈ നെട്ട് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സീറ്റ് പൊളിച്ച് ഈ ഒരു സ്ക്രൂ എടുത്തിട്ടാണ് ഞാൻ വിംഗ്ലെറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ സീറ്റെടുത്ത് അടക്കാം. ഓക്കെ, സീറ്റിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏതായാലും നെറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് ആ സ്ക്രൂ മേടിച്ചിടുന്നതാണ് കേട്ടോ, ഇല്ലാന്നാണെങ്കിൽ റിസ്ക്കാണ്. അപ്പോൾ ഇതാണ് വിംഗ്ലെറ്റ് വെച്ചിട്ടുള്ളൊരു ലുക്ക്, ഗ്രിപ്പ് വെച്ചിട്ടുള്ള ലുക്ക്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട്, ഓവറോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. മിറർ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് മിറർ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഏതെങ്കിലും ലീഗ് നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മിറർ ഞാൻ ഏതായാലും പിന്നെ സെറ്റ് ചെയ്യാം. എല്ലാന്നാണെങ്കിൽ ഇന്ന് രാത്രി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ശരിയെന്നാൽ ഞാൻ ഗ്ലൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ബട്ട് ഇത് നിങ്ങൾ കണ്ടോ, ഉള്ളിലോട്ട് കയറുന്നില്ല. സോ നമുക്ക് ഇത്രയും ഭാഗം കളയേണ്ട വരും. ഇത്രയും ഭാഗം കളഞ്ഞിട്ട് വേണം ബാക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് കളഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ കളയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ലീഗ് നടക്കുന്നിടത്തേക്ക് പോയിട്ടില്ല. അതായത് ഈ സാധനം കളയാനായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. കത്തി ഞാൻ നൈസായിട്ട് ചൂടാക്കാം കേട്ടോ, കാണിച്ചു തരാം. ഇതൊക്കെ ജസ്റ്റ് കണ്ട് പഠിക്കാട്ടല്ലായിരിക്കും.
തനി ലോക്കൽ മെത്തേഡാണ് ഞാൻ ചെയ്തത്. ജസ്റ്റ് കത്തി വെക്കുക. ഇനി ആ കത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ചൂടാക്കുക. അത്യാവശ്യം ചൂടാക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ട, കുറച്ച് നേരം ചൂടാവാനുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. സാധനം കട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സാധനം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇത് കളഞ്ഞ് ഉള്ള പൂച്ചക്കുഞ്ഞ് ഞാനിതേപോലെ ഇതിൻ്റെയും കൂടെ ഒന്ന് കളഞ്ഞിട്ട് വരാം. ഇതും നമ്മളിങ്ങനെ സക്സസ്ഫുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചാൽ മതി. അല്ലേ, നമ്മൾ ഒട്ടിക്കാനായിട്ട് ഒരു സൂപ്പർ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. വേറെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ. അങ്ങനെ എടുക്കുക, കയറ്റുക, ഒട്ടിക്കുക. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് തീർത്തിട്ട് വരാം. നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ലീഗ് കാര്യങ്ങളായിരുന്നു. നമ്മുടെ പ്രൈമറി ഗസ്റ്റ് നമ്മുടെ ഷെബി ആയിരുന്നു കേട്ടോ. മോനെ ഷെബി എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഫേമസ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഷെബി. ഓക്കെ, അപ്പോൾ ഷെബിയുടെ കിക്ക് ഓഫോട് കൂടിയാണ് നമ്മുടെ ലീഗിൻ്റെ ഫൈനലാണ് കേട്ടോ. ലീഗ് നമ്മൾ 7 ആഴ്ച ലീഗ് നടത്തിയിട്ടുണ്ട്. ഒരു ട്യൂഷൻ സെൻറ്റർ കൊടുങ്ങല്ലൂർ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സോ 7 വീക്ക് നമ്മൾ ലീഗ് നടത്തിയതിൻ്റെ ഫൈനലാണ്, നോക്കൗട്ട് മത്സരങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സോ കിക്ക് ഓഫ് ചെയ്തത് ഷെബിയാണ്. ഷെബി ഗോൾ അടിച്ചു. ഓക്കെ, ഷെബിയുടെ ഗോള് സത്യം പറഞ്ഞാൽ ഗോളിയൊന്നും ചെയ്തില്ല, എന്നാലും ഷെബി ഗോൾ. വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ മിറർ ഒരു ദിവസം രാത്രി, അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി, മിനിയാന്ന് രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതേ കണ്ടോ, നമ്മൾ 2 മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അകത്തുനിന്നുള്ള വ്യൂ. വലിയ തിരക്കേടില്ലാത്തൊരു ടൈപ്പ് എന്താ പറയുക, വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല. പക്ഷേ ZX-R മിററിൻ്റെ അത്രയില്ല. അതുപോലെ തന്നെ ഗ്രിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഗ്രിപ്പും ഇതിൻ്റെ ഈ സംഭവം സെറ്റ് ചെയ്ത് ദൂരിപ്പോയിരുന്നു കേട്ടോ. പിന്നെ ഞാനത് വർക്ക് ചെയ്യാൻ നോക്കിയില്ല, പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, പിന്നെ നമ്മൾ വിംഗ്ലെറ്റും കൂടെ. ഓക്കെ, ഇതെന്താ സംഭവം? ഓക്കെ, അത് പോയി. വണ്ടി കഴുകിയിട്ട് കുറച്ച് ആളായിട്ടോ. ഓക്കെ, അപ്പോൾ വിംഗ്ലെറ്റും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മിറർ സെറ്റ് ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. രാത്രി 12 മണിയായിരുന്നു ഞാൻ ഏകദേശം മിറർ സെറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ രാത്രി വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്രെയിൻസ് കയറി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രാത്രി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിംഗ്ലെറ്റ് സെറ്റ് ചെയ്തു, ഗ്രിപ്പ് സെറ്റ് ചെയ്തു. ഇപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളിതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണെങ്കിൽ ട്വിൻ ഷിഫ്റ്റർ എന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ട്വിൻ ഷിഫ്റ്റർ അല്ല, പേര് മാറ്റിയിട്ടുണ്ട്, ഷിഫ്റ്റർ എന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് ട്വിൻ ഷിഫ്റ്റർ എന്നും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഷിഫ്റ്റർ എന്നുമാണ്. വണ്ടിയുടെ പേരാണ് ഷിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ മിറർ ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അത് ഞാൻ നോർമൽ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, വണ്ടി ഓഫ് ചെയ്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടത് കത്താത്തേന്ന്. ഓക്കെ, മിറർ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടോ, ഇൻഡിക്കേറ്ററിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ മിററിൻ്റെ സൈഡ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്ത് ചെറിയൊരു നീല ലൈറ്റ് കാണുന്നുണ്ടോ? ഈ മിററിൻ്റെ ഭാഗത്ത് ചെറിയൊരു നീല ലൈറ്റ്, അതായത് അകലേന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മിറർ ശരിക്കും പറഞ്ഞാൽ കത്തി കിടക്കണ പോലെ കാണാം. ഞാൻ രാത്രിക്കലത്തെ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം കേട്ടോ. രാത്രിക്കലത്തെ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇതേ കണ്ടൊരു ചെറിയൊരു നീല കത്തുന്നുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു ചെറിയൊരു നീല അവിടെ കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും, അതായത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഹസാർഡും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹസാർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഹസാർഡും വർക്കിംഗ് ആണ്. മൊത്തത്തിൽ വണ്ടി അടിപൊളിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹസാർഡും കൂടെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിക്കലത്തെ ഒരു ഷോട്ടും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് തരാം, വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏതായാലും രാത്രിക്കലത്തെ ഒരു ഷോട്ടും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട്, വണ്ടിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും, മിസ് ചെയ്യരുത്. അടുത്ത വീഡിയോ നമ്മൾ ഈ വണ്ടീനെ പറ്റിയുള്ള ഒരു മേജർ അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് ഈ ഗ്രിപ്പ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ മിറർ സെറ്റ് ചെയ്യുക. കുറേ പേര് കടയിലൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യുന്നത് കാണാം. ബട്ട് അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ.
നിങ്ങളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോ മച്ചാന്മാരെ. ഓക്കെ, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത്. ഒപ്പം കൂടിക്കോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ V3 റിലേറ്റഡ് മെയിൻ്റനൻസ് വീഡിയോസൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടില്ല, അതിന് ഞാൻ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. മൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ സ്പെഷ്യലായിരിക്കും. അടുത്ത വീഡിയോ ഒരു മേജർ അപ്ഡേറ്റ് ആണ് ഞാൻ വണ്ടിയുടെ തരാൻ പോകുന്നത്. സോ അപ്പോൾ ശരി എന്നാൽ.